ഒരാളുടെ ജീവൻ എടുത്തിട്ടും ഇവളെ പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോഴും ആൾക്കാരുണ്ട്. നേരത്തെ ഞാൻ കയറി നോക്കിയപ്പോൾ 9K ഫോളോവേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 10K ആയി, ഇപ്പം 11K ഫോളോവേഴ്സ്. ഇവിടെ അക്കൗണ്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കയറി ലൈക്കിനും റീച്ചിനും വേണ്ടിയിട്ടല്ലേ ഒരു പാവം മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തത്, ഒന്ന് റിപ്പോർട്ട് അടിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പുരുഷ കമ്മീഷൻ വേണം. രാഹുൽ ഈശ്വറിൻ്റെ പല കാര്യങ്ങൾക്കും ഞാൻ എതിർപ്പുണ്ട്. പക്ഷേ അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പുരുഷ കമ്മീഷൻ, പുരുഷന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ആരാണുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ നിയമവ്യവസ്ഥയും പിന്നെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറിനോടുമാണ്. ഗണേഷ് കുമാർ സാറേ, പറ്റുമെങ്കിൽ പുരുഷന്മാരെ ഇന്നെടുത്ത് മാത്രം ഇരിക്കുക, പെണ്ണുങ്ങളെ ഇന്നെടുത്ത് മാത്രം ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം വരുത്തുക. അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള പുരുഷന്മാർ ബലിയാടാകേണ്ടി വരും, ബലിയാടാകും. ഇതിനകത്ത് കുറച്ച് പുരുഷന്മാരുണ്ട് ഞരമ്പ് രോഗികളുള്ളവർ. അതിന് എല്ലാവരെയും അങ്ങനെ കരുതരുത്. ഒരാൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അഭിമാനമാണ്. അഭിമാനം, സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പണം നമുക്കുണ്ടാക്കാം, പക്ഷേ അഭിമാനം നമുക്കുണ്ടാവില്ല. ഒരമ്മായിമ്മ വീട്ടിൽ പോയി താമസിച്ചാൽ പോലും നമ്മുടെ അഭിമാനത്തിന് കേടാവും, അല്ലെങ്കിൽ നമ്മുടെ അന്തസ് കുറയും എന്ന് വിചാരിക്കുന്ന ഇന്ന് ചിന്തിക്കുന്ന കേരളത്തിലെ ജനങ്ങളാണ്. അപ്പോഴാണ് ഇതുപോലൊരു നാറിയ കേസ്. കാരണം ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അയാളുടെ അമ്മ തെറ്റിദ്ധരിക്കുമോ, അയാളുടെ ഭാര്യ തെറ്റിദ്ധരിക്കുമോ, കൂട്ടുകാർ തെറ്റിദ്ധരിക്കുമോ, മക്കളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്നൊക്കെ ആ പാവം ചിന്തിച്ച് കാണും. ഏറ്റവും ഒരാണുങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മോഷണമായാലും പിടിച്ചുപറിയായാലും ഇനിയിപ്പം വേറെ എന്തായാലും നമുക്ക് സഹിക്കാം. പക്ഷേ ഇതുപോലൊരു കേസ് കാണിച്ചുകൊണ്ടല്ലോ. പിന്നെ ഞാൻ പെണ്ണിനോടാണ് പറയണത്, എൻ്റെ ദേഹത്ത് ഒരുത്തൻ കൈ വെച്ചാൽ, എൻ്റെ അനുവാദമില്ലാതെ ഒരുത്തൻ എൻ്റെ ദേഹത്ത് കൈ തട്ടുവാണെങ്കിൽ അടിച്ചവൻ്റെ ചോക്കല്ല് പൊളിക്കാനുള്ളൊരു തൻ്റെ ഇടം എനിക്കുണ്ട്. എന്നിട്ട് ബഹളം വെച്ച് ബസ്സിലെ കണ്ടക്ടറിനെ വിളിക്കും. എന്നിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൈയോടെ എനിക്കിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകണം എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോകും. അല്ലാതെ ഈ മാതിരി ചെറ്റത്തരമല്ല കാണിക്കുന്നത്. അപ്പം ഇവിടുത്തെ നിയമം പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ്. പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് പെണ്ണുങ്ങൾ കാണിച്ചാലും അവർക്ക് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ അഹങ്കാരത്തിലാണ് ഓരോരുത്തന്മാരും ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ ഇപ്പം പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, ഇതുപോലത്തുള്ള പരിപാടികൾ ഏതെങ്കിലും ഒരുത്തനെ നശിപ്പിക്കണമെങ്കിൽ ബലാത്സംഗം പറയുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ സെക്ഷുവൽ കാര്യങ്ങൾ പറയുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം ഇടുന്ന ഡ്രസ്സിൻ്റെ ഇറക്കം കുറയ്ക്കുക. ഇത് 2 കാര്യങ്ങളാണ് പെണ്ണുങ്ങൾ ഇപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്, നിങ്ങളുടെ വീട്ടിലും അവളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളും ഒരാണാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണാണെങ്കിൽ നിങ്ങളുടെ അച്ഛനൊരാണാണ്, നിങ്ങളുടെ മകനൊരാണാണ്, നിങ്ങളുടെ ആങ്ങളെ ആണാണ്, പിന്നെ നിങ്ങളുടെ വീട്ടിലും ആണുങ്ങളുണ്ട്. നാളെ നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾക്കാണ് ഈ ഗതി പറ്റുന്നതെങ്കിൽ നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തല കുനിച്ച് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്, തലയിൽ കൂടി മുണ്ടിട്ട്. അപ്പം ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ റിപ്പോർട്ട് അടിക്കുക, അല്ലെങ്കിൽ അവളുമാരെ കേസിൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക. അതുപോലെ കള്ളക്കേസ് കൊടുത്ത് ചില അവളുമാരുണ്ട് നമ്മളെ നാണം കെടുത്താൻ വരുന്നത്, അവളുമാരെയും പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം. നിങ്ങൾ പ്രതികരിക്കണം.